പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ വലിയ ആണുങ്ങളല്ലേ സംസാരിക്കേ? ഇതാ ഇതൊന്നല്ല നമ്മളെ കുടുംബത്തിന്റെ ആൾക്കാർ കേട്ടാ. ഇതിന്റെ ഇരട്ടി വരും. ഞാൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനുള്ള ആരോടും പറഞ്ഞല്ലേ മൂത്തഴിയേ. അതെ പരിപാടി അല്ല ഞാൻ ദേഹമാണ്. അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് പാചകം ഉണ്ടാവും. എപ്പോ ഒരു പാചകത്തിന്റെ പരിപാടി വരുന്ന പറയാൻ പറ്റില്ല കേട്ടാ. മരുമോനായിട്ടില്ല, എന്നാലും നമ്മളങ്ങനെ കണക്കൂട്ടുന്നല്ലേ. അപ്പൊ 28-ന് കല്യാണം? 28-ന് നടക്കൂലേ? ആനക്കത് മൂകാംബിക്ക് ഓട്ടോ ഇല്ല, പിന്നെ ഏറ്റല്ലേ. ഇതാരാ ചെക്കന്റെ ആരാ? അല്ല അത് നമ്മള് വന്ന വണ്ടിയിൽ ഡ്രൈവറാ. അതെയാ? ഏതാ വണ്ടി? ഏതാ? ട്രാവലർ. ഞാൻ ഈ ട്രാവലറും ബസ്സൊന്നും പോകില്ല കേട്ടാ. അതെന്ന് വെച്ചാൽ ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാൻ എന്നെ നിർബന്ധിച്ചോണ്ട് ട്രെയിനിന് വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ അഭിപ്രായം പറയണ്ട കേട്ടാ, നമ്മള് കുടുംബക്കാരുണ്ട്. നമ്മളെ എല്ലാ ട്രിപ്പ് ഇവനാ. അതെയാ? നിങ്ങളിപ്പോ എത്ര ആള് വരും? നമ്മളൊരു 100-100 ആള്. അതെയാ? എന്നാ പിന്നെ ഞാൻ ഉണ്ട് എന്ന് പറയണ്ടേ നിങ്ങള്. ഒരു 100-150 ആള് വേറെയും കൂടി വരും. അല്ല നമ്മള് എത്ര ആളെ വിളിക്കുന്നത്? നമ്മളിപ്പോ നാട്ടുകാരും ബന്ധുക്കളും കൂടി 1000 ആള് എന്തായാലും വേണ്ടി വരില്ലേ? 1000 ആളാകുമ്പോ ഒരു 3000 ആളെ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. 3000 ആളെ ഞാനാ വെക്കുന്നെന്ന് പറഞ്ഞാല് 2000 ആൾ എന്തായാലും കൂടുതൽ വരും. സദ്യന്റെ കാര്യം നടക്കട്ട്, നമുക്കതിന് ഡേറ്റ് അല്ലേ വേണ്ടേ? ഇപ്പൊ ഇനി സെപ്റ്റംബർ 6 നോക്കിയാലോ? നമ്മളെ സൗകര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഡ്രൈവർമാരുടെ സൗകര്യം കൂടി നോക്കണ്ടേ? എനിക്കൊന്നും പറയാനില്ലേ, ഇന്ത്യയിലെ കല്യാണം. അല്ല ഈ സേവ് ദ ഡേറ്റിന്റെ ഒരു കാര്യം എങ്ങനെ? കല്യാണത്തിന്റെ ഡേറ്റ് തന്നെ തീരുമാനമായില്ല, എന്നാ സേവ് ദി ഡേറ്റ്? അത് വേണ്ട, അതെല്ലാം ഫാഷനാണ്. അതിനൊന്നും നമ്മൾ എതിരല്ല മോനെ. പക്ഷെ ഈ കെട്ടിപ്പിടിക്കലും ഉരുളലും മുത്തം കൊടുക്കല്, പിന്നെ ഈ ലോഡ്ജിൽ നിന്ന് റൈഡിന് പിടിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഫോട്ടോ ഇല്ലേ, അങ്ങനത്തെ ഒന്നും വേണ്ട. നല്ല രീതിക്കെങ്കിലും ഓക്കെ ഏതൊക്കെ സ്റ്റുഡിയോ പോയിട്ട് എടുത്തോട്ടാ. പിന്നെ ഈ കല്യാണം കഴിഞ്ഞാകുമ്പോ ചെക്കനി പെണ്ണ് നടത്തിക്കല്, ചെരുപ്പ് മാലിടല്, ചെരുപ്പിൽ വെളിച്ചെണ്ണ വയ്ക്കല്, ഇങ്ങനത്തെ പരിപാടി എല്ലാം ഉണ്ടാവും. നിങ്ങൾ വീട്ടുകാരെന്ന് പറഞ്ഞേ താഴെ വീട് എന്നിട്ട് താലിബാന്നല്ലോ. ഇതെന്താ ക്ലബിന്റെ പരിപാടിയാ? കല്യാണ പരിപാടിയല്ലേ? ഒരു കാഞ്ചി അങ്ങനെയൊക്കെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ചെക്കൻ്റെ ഒരു പല്ല് ഞാൻ എടുക്കും. അന്നാളി ഒരു പല്ലിന്റെ കണക്ക് ഞാൻ ഒരു പല്ലെടുക്കണ്ട, ബാക്കി എടുക്കുന്ന നാട്ടുകാരുണ്ടാവുമല്ലോ. അല്ല അതല്ല എടുക്കട്ടെ, കുട്ടിക്ക് ഒന്ന് കൊടുക്കും. കുട്ടിക്ക് മുത്താറ് കാച്ചതും ബിസ്ക്കറ്റും പിന്നെ സ്പെഷ്യൽ പായസവും. അതല്ല കല്യാണത്തിന് കുടിക്കാൻ അത് തന്നെ കൊടുക്കും. അല്ല പോട്ടെ, അല്ല 6-ാം തീയതി ഉറപ്പിച്ചൂടെ? അനക്കൊരു കാര്യം പറയണ്ട്. എന്നാ പിന്നെ ട്രിപ്പ് ഉണ്ടാ? ഇല്ല, എന്റെ കാലുമ്പ് കാലെടുക്ക്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഇതിപ്പോ നമ്മളെ ഈ വീട്ടിലെ മാത്രല്ല, നിങ്ങളെ വീട്ടിലെ ഭക്ഷണത്തിന് ഞാൻ തന്നെ നോക്കിക്കോളൂ. എനക്ക് അങ്ങനെ ഒരു സമയത്ത് തന്നെ എല്ലായിടത്തും വെക്കാൻ ഒരു പരിപാടി ഉണ്ട്. അത്ര പവർ ഇല്ലാന്ന് അളിയാ പറഞ്ഞു കൊടുക്ക് എന്റെ ബപ്പിനെ പറ്റിട്ട്. കാര്യമല്ല എന്റെ എളിയൻ തന്നെ. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളൂല. ഈ ഭക്ഷണത്തിന്റെ പേരിൽ തന്നെ എന്റെ മോളെ കല്യാണത്തിന് മുടങ്ങിയിട്ടെന്നറിയാം. പേടിക്കണ്ട, കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും കള്ളക്കേസ് കൂടിയിട്ട് ഞാൻ തന്നെ ജയിലിലായിക്കോളൂ. അല്ലേ എളിയാ?